ആ ദൃശ്യം ഞങ്ങൾക്ക് പിന്നിൽ കാണാം അല്ലേ? മനോഹരമായ ദൃശ്യമാണ്, നോക്കൂ അല്ലേ? അതെ, അതാ നേരത്തെ പറഞ്ഞില്ലേ, ആ തിടമ്പേറ്റി വരുന്ന കൊമ്പന്റെ മസ്തകത്തിൽ കണ്ടില്ലേ ആ കോലം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ആകൃതിയിൽ കണ്ടോ? ക്ഷേത്രത്തിന് സമാനമായി എന്ന് നേരത്തെ നന്ദകിഷോർ ഗോപുരം കണക്കെന്ന് സൂചിപ്പിച്ച അതാണ്. ഈ കാണുന്ന നെറ്റിപ്പട്ടോ ആയാലും അതിന്റെ കോലമായാലും അതൊക്കെ ആ സ്വർണ്ണവർണ്ണം ഇല്ലേ, അതൊക്കെ അണിയിച്ചൊരുക്കുന്നതുകൊണ്ടല്ലോ ഈ പൂരം ഇന്ന് കഴിയാണ്, അല്ലെങ്കിൽ നാളെ ഉപചാരം ചൊല്ലി പിരിഞ്ഞാൽ മറ്റന്നാൾ മുതൽ പരിപാടി തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഒരു സൗന്ദര്യോത്സവമാണ്. നോക്കൂ, നെറ്റിപ്പട്ടം അങ്ങനെ കെട്ടി 3 ഗജവീരന്മാര് ആ തെക്കേ ഗോപുരം നട തുറന്നിങ്ങോട്ട് വരുന്ന വരവുണ്ടല്ലോ, അതാണ് വരവ്. അതിൽ ആ കുടകളുടെ പ്രത്യേകത ഉണ്ടോ? 2 ഭാഗത്ത് നിൽക്കുന്ന, അതായത് ഇടവും വലവും നിൽക്കുന്ന ആനകൾക്ക് ചുവപ്പ് വർണ്ണത്തിലുള്ള കുടകളാണെങ്കിൽ തിടമ്പേറ്റിയ ആനയുടെ മുകളിൽ വന്നിരിക്കുന്ന പച്ച നിറത്തിലുള്ള കുടയാ. ഇതിന്റെ വേറൊരു രൂപമാണ്, ഇതിന്റെ ഏറ്റവും ബൃഹത്തായ രൂപമാണ് നമ്മൾ വൈകിട്ട് കുടമാറ്റത്തിന് കാണാൻ പോകുന്നത്. ആ കുടകളുടെ ഒക്കെ അലുക്കെന്ന് പറയും അരുൺ സാറേ. ആ കുടയുടെ താഴ്ഭാഗത്ത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടോ, ആ വെള്ളി നിറം സ്വർണ്ണ നിറം ഒക്കെ ആയിട്ട്. ആ അലുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന വർക്കാണ്. അതിൽ കറ ഇപ്പം ഒരു നാൾ വെച്ച് ഒരു വർഷം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറ പിടിക്കാനൊക്കെ ക്ലാവ് പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടല്ലേ? പിടിക്കില്ല. പിടിച്ചാൽ പോലും ആ പൂരമാകുമ്പോഴത്തേക്ക് അതെല്ലാം ക്ലിയർ ആക്കി ഇങ്ങനെ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ തിളങ്ങുന്ന രൂപത്തിലേക്ക് അത് മാറ്റും. അതായത് മൊത്തം ഇങ്ങനെയുള്ള 10 പൂരങ്ങളുണ്ട്. അതിൽ ഒരു പൂരം ഇവിടെ നിന്ന് കയറി പടിഞ്ഞാറെ നടവഴി പോയി കണിമംഗലം. ബാക്കി 9 പൂരവും ഇതേ വഴിയിലൂടെയാണ് വരുന്നത്. ഇറങ്ങി വരും. ഇനി ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വരും. ഏറ്റവും ഒടുവിൽ നേരത്തെ ജേസൺ സൂചിപ്പിച്ചതുപോലെ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പറ്റിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അടങ്ങുന്ന സംഘം ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങും. ആലവട്ടവും വെഞ്ചാമരവും കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും നമ്മളിത് കാണുമ്പോൾ ഭയങ്കര ഈ ആലവട്ടം ഒരുക്കുന്നതിലും വെഞ്ചാമരം ഒരുക്കുന്നതിലും ഒക്കെ വലിയ അധ്വാനമുണ്ട്. ഈ ആലവട്ടം അത് മിനുക്കുന്ന പണി, അതൊക്കെ വലിയ ഇരുമ്പിന്റെ നമ്മുടെ ചീർപ്പ് പോലെയുള്ളതല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇത് മിനുക്കി എടുക്കുന്ന വലിയ കഷ്ടപ്പാടുള്ള ജോലിയാണ്. ആ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഈ തട്ടകത്തിന് അവരുടെ ഒരു ആവേശം കണ്ട് ആ മുന്നിൽ നിൽക്കുന്ന മനുഷ്യർ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം ആ തട്ടകത്തിലെ ഒന്നാകെ കാത്തിരിക്കുകയാണ് അടുത്ത പൂരം എന്നാണ്. ആ പൂരദിനത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം. അതാണ് അല്ലേ? അതാണ് ഓരോ പൂരവും ഇവിടെ ഈ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോകുന്നത് പോലെ കാണാൻ വന്ന കാണികളും ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോകും. അടുത്ത പൂരത്തിന് കാണാം എന്ന പ്രതീക്ഷയാണ് അല്ലേ? ആ പ്രതീക്ഷയുടെ ഉത്സവം കൂടിയാണ്. അപ്പോൾ മനോഹരമായ ദൃശ്യം കണ്ടല്ലോ, തെക്കേ ഗോപുരവാതിൽ തുറന്ന് അങ്ങനെ കരിവീരന്മാർ അപ്പോൾ ആ തുറന്നിട്ടിരിക്കുന്ന തെക്കേ ഗോപുരവാതിലൂടെ വന്നു. ഇന്നലെയാണ് നെയ്തലക്കാവിലമ്മയെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ ഈ തെക്കേ ഗോപുരവാതിൽ കടന്നു വന്ന് വിളംബരം നടത്തിയത്. ഇനിയിപ്പോൾ 8ഓളം ചെറുപൂരങ്ങൾ വരാനുണ്ട്. അതിനുശേഷം പാറമേക്കാവ്, തിരുവമ്പാടി, എഴുന്നള്ളിപ്പ്, ഇലഞ്ഞിത്തറമേളം സംഭവ ബഹുലമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോന്നോളൂ തൃശ്ശൂർ പൂരനഗരിയിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം തുടരാം.